ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 6ലെ ചാപ്റ്റർ 3 ജോഗ്രഫി, ഗ്ലോബ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്കിറ്റ്യൂഡ്സ് ആണ്. സോ നിങ്ങളെല്ലാവരും ഗ്ലോബ് കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയൊരു പിക്ചറാണ് ഗ്ലോബ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഭൂമിയെ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഗ്ലോബ് ഉപയോഗിച്ച് ഏതൊക്കെ സ്ഥലം എവിടേക്കാണെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതിനകത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്താ, ലോങ്ങിറ്റ്യൂഡ്സ് എന്താണ്, പ്രൈം മെറിഡിയൻ എന്താണ്, എങ്ങനെ നമുക്കൊരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, എന്താണ് സൗത്ത് പോള്, നോർത്ത് പോള്, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, കാപ്രിക്കോൺ അല്ലേ, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. സോ globe, latitudes and longitudes. In the previous chapter, you have read that our planet is not a sphere. It is slightly flattened at the north and south poles and bulge in the middle. Can you imagine how it looks? You may look at the globe carefully in your classroom to get an idea. Globe is a true model that is a miniature form of the earth. അല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ ചാപ്റ്റർ 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് നമ്മുടെ ഈ പറയുന്ന ഗ്ലോബ് ഒരു സ്ഫിയറിലുള്ളതല്ല, എർത്ത് ഒരു സ്ഫിയറിലുള്ളതല്ല അല്ലേ. അത് നോർത്തിലും സൗത്തിലും എന്താണ്, ഫ്ലാറ്റൻഡ് ആണ്. മിഡിലാണെങ്കിൽ അതിങ്ങനെ ഉണ്ടിച്ചിരിക്കും, അതായത് ബൾജ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് എങ്ങനെയാണെന്നല്ലേ? അല്ലേ, ഗ്ലോബ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്, ഒരു ട്രൂ മോഡൽ, ദാറ്റ് ഈസ് ദി മിനിയേച്ചർ ഫോം ഓഫ് ദി എർത്ത്. Globe may be of different sizes or in varying size and type. Big ones which cannot be carried easily, small pocket globes, and a globes like balloon which can be inflated and are handy and carried with ease. The globe is not fixed. It can be rotated the same way as the top spin or the potter's wheel is rotated. On the globe, countries, continents and oceans are shown in their correct size. അപ്പോൾ ഗ്ലോബ് എന്ന് പറയുന്നത് പലതും പല ടൈപ്പ് പല സൈസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതായത് വലിയ ഗ്ലോബ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റില്ല. ഇനി ചെറുതാണെങ്കിൽ നമുക്ക് പോക്കറ്റിലിടാൻ പറ്റും. ചില ഗ്ലോബൊക്കെ ബലൂൺ പോലെയാണ്, അതായത് വീർപ്പിച്ച അതെന്താവും ഗ്ലോബ് പോലെയാകും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ചെയ്യാനും എടുത്തുകൊണ്ട് പോകാനൊക്കെ ഈസിയാണ്. ഗ്ലോബ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധനമല്ല. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പമ്പരം കറങ്ങുന്ന പോലെ തന്നെ അതൊരു അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതെപ്പോഴും എന്തല്ല, ഫിക്സ്ഡ് അല്ല. ഗ്ലോബിനകത്ത് നമുക്ക് ഒരുപാട് കൺട്രീസ്, കോണ്ടിനെൻറ്റ്സ്, ഓഷ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. It is difficult to describe the location of a point on the sphere like the earth. Now the question arises as to how to locate a place on it. അപ്പോൾ ഒരു എർത്തിൽ ഒരു സ്ഫിയറിനകത്ത് നമുക്ക് എങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന പ്ലേസൊക്കെ നമുക്ക് കണ്ടെത്താനാവുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോഴും കം അക്രോസ് ആവും അല്ലേ. അപ്പോൾ we need to certain points of the references and the lines to find out the location ഓഫ് ദ പ്ലേസസ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഓരോ റെഫറൻസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ഏതൊരു പ്ലേസിന് എക്സാക്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. യു വിൽ നോട്ടീസ് ദാറ്റ് എ നീഡിൽ ഇസ് ഫിക്സ്ഡ് ത്രൂ ദ ഗ്ലോബ് ഇൻ എ ടിൽറ്റഡ് മാനർ വിച്ച് ഈസ് കോൾഡ് ഇറ്റ്സ് ആക്സസ് അല്ലേ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആക്സസ് എന്ന് വിളിക്കാം. ഏത് നീഡിലാണോ എവിടെയാണോ ഗ്ലോബ് ഇങ്ങനെ ടിൽറ്റഡ് മാനറിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലേ, ചെരിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ളത്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആക്സസ് എന്ന് വിളിക്കാം. ഇപ്പം ഈ ഒരു ഫിഗർ 2.1 നമുക്ക് ആക്സിസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ആക്സിസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് എന്ത്, അതിൻ്റെ ആക്സിസ് അല്ലേ, നമ്മുടെ ആ ഒരു വടി പോലത്തെ സാധനമാണ് അതിൻ്റെ എന്ത് ആക്സിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ദ ആക്സിസ്, ദാറ്റ് ഈസ് എ നീഡിൽ ഇസ് ഫിക്സ്ഡ് ത്രൂ ദ ഗ്ലോബ് ഇൻ എ ടിൽറ്റഡ് മാനർ വിച്ച് ഈസ് കോൾഡ് ആക്സിസ്. The 2 points on the globe through which the needle passes are the 2 poles, that is the north pole and the south pole അല്ലേ. 2 പോയിൻറ്റ്സ് നമുക്ക് എന്ത് വിളിക്കാം, നോർത്ത് പോൾ എന്നും സൗത്ത് പോൾ എന്ന് വിളിക്കാം. എവിടെയാണോ ഈ നീഡിൽ പാസ് ചെയ്യുന്നത് ആ 2 പോയിൻറ്റ്സ് നമുക്ക് നോർത്ത് പോൾ ആസ് വെൽ ആസ് സൗത്ത് പോൾ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് നോർത്ത് പോൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, അപ്പർ സൈഡിലാണ് നമ്മുടെ നോർത്ത് പോള്, താഴത്തെ സൈഡിൽ നമുക്ക് സൗത്ത് പോൾ എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ, ദിസ് ഈസ് ദ നോർത്ത് പോൾ ആൻഡ് ദിസ് ഈസ് ദ സൗത്ത് പോൾ. ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടുള്ള സെക്ഷൻസിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ.
The globe can be moved around this needle from west to east just as the earth moves, but remember there is a major difference. The real earth has no such needle. It moves around its axis, which is an imaginary line. അപ്പോൾ ഗ്ലോബിൽ നമുക്ക് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കൊക്കെ മൂവ് ചെയ്യാം, കാരണം അതൊരു ആക്സിസിൽ നീഡിലാണല്ലോ അത് മൂവ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം, നമ്മുടെ റിയൽ എർത്തിൽ നമ്മുടെ ഭൂമിക്ക് അങ്ങനെ ഒരു നീഡിലില്ല. ഈ ആക്സിസ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഇമാജിനറി ലൈനാണ്, നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള ലൈനാണ്. Another imaginary line running on the globe divides it into two equal parts. This line is known as equator. അപ്പോൾ ഗ്ലോബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലോബിൽ നോക്കുകയാണെങ്കിൽ നടുവിലൂടെ പോസ് ചെയ്യുന്ന ലൈൻ ഉണ്ടാകും, ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന ലൈൻ ഉണ്ടാകും. അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേറ്റർ എന്ന് വിളിക്കാം. ദ നോർത്തേൺ ഹാഫ് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് എ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹാഫ് ഓഫ് ദ half is called southern hemisphere. So north പാർട്ടിലുള്ള ഹാഫിന് നമുക്ക് ഇപ്പോൾ ഇക്വേറ്റർ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് നോർത്തേൺ ഹാഫിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹാഫിനെ നമുക്ക് എന്ത് വിളിക്കാം? സദേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഇക്വേറ്റർ എന്ത് ചെയ്യും? നമ്മുടെ രണ്ട് സൗത്തേൺ ഹെമിസ്ഫിയറിനെയും നോർത്തേൺ ഹെമിസ്ഫിയറിനെയും ഈക്വലി ഡിവൈഡ് ചെയ്യും. Therefore the equator is an imaginary circular line that is formed that is very important reference point to locate places on the earth. All parallel circles from the equator up to the poles are called parallels of latitudes. Latitudes are measured in degrees. So നമ്മൾ പറഞ്ഞു there is a central imaginary line that is called equator. Equator എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോർത്ത് ഹെമിസ്ഫിയറും സൗത്ത് ഹെമിസ്ഫിയറാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പറയുന്ന ഇക്വേറ്ററിൽ നിന്നുള്ള എല്ലാ പാരലൽ ലൈൻസിനും നമുക്ക് എന്ത് വിളിക്കാം? ഈ പറയുന്ന എല്ലാ പാരലൽ ലൈൻസിനും നമുക്ക് എന്ത് വിളിക്കാം? ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ പാരലൽ ലൈൻസിനെയും. ആ ലൈൻസിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് അതിന് പറയാം. സോ ലാറ്റിറ്റ്യൂഡ്സ് ആർ മെഷർഡ് ഇൻ ഡിഗ്രീസ്. ലാറ്റിറ്റ്യൂഡ്സ് എപ്പോഴും എങ്ങനെയാണ് മെഷർ ചെയ്തിരിക്കുന്നത്? ഡിഗ്രീസിലാണ് മെഷർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, the equator represents 0 degree latitude. Since the distance from the equator either of the poles is 1/4 of the circle around the earth, it will be measured 1/4 of the 360 degrees, that is 90 degree. This 90 degrees north latitude marks the north pole and 90 degree south latitude marks the south pole. അല്ലേ, ഇങ്ങനെ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, അതെന്താണ്? 0 ഡിഗ്രിയാണ് ഇക്വേറ്റർ. ഇക്വേറ്റർ 0 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ സൗത്ത് ആൻഡ് നോർത്ത് പോളൊക്കെ ഏതിലാണ്? നമ്മുടെ ഒരു സർക്കിളിൻ്റെ 1/4 ആണ്. അപ്പോൾ ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും 1/4 എന്ന് പറയുമ്പോൾ 1/4 ഓഫ് 360 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ നോർത്ത് പോളും സൗത്ത് പോളും എത്രയാണ്? 90 ഡിഗ്രിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. This 90 degree north latitude marks the north pole and 90 degree south latitude marks the south pole. Okay, as such all parallels north of the equator are called north latitudes, and similarly all parallels south of the equator are called സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അപ്പം ഇക്വേറ്ററിൻ്റെ മുകളിലേക്കുള്ള ഓരോ ലാറ്റിറ്റ്യൂഡ്സിനും നമുക്ക് നോർത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്നും ഇക്വേറ്ററിൻ്റെ താഴേക്കുള്ള ഓരോ ലാറ്റിറ്റ്യൂഡ്സിനും നമുക്ക് എന്ത് വിളിക്കാം? സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ആസ് സച്ച് ദ വാല്യൂ ഓഫ് ഈച്ച് ലാറ്റിറ്റ്യൂഡ് ഇസ് therefore formed by either word north or south. Generally this is indicated by the letter N or S. For example, both Chandrapur in Maharashtra, India and Belo Horizon in Brazil are located in north of the equator, later 2 degrees south of it. അല്ലേ, അതായത് എല്ലാം നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ നോർത്തൊന്നും സൗത്തൊന്നും പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചന്ദ്രാപൂർ എന്താണ്? ചന്ദ്രാപൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേറ്ററിൻ്റെ 20 ഡിഗ്രി നോർത്തിലേക്കും അതുപോലെ തന്നെ ബ്രസീൽ എന്ന് പറയുന്നത് 20 ഡിഗ്രി സൗത്തിലേക്കുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബെല്ലാപ്പൂർ എവിടെ കാണാനുണ്ടാവുക? ഏകദേശം ഇവിടെ ഉണ്ടാവുക. നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ, സോറി, ഇറ്റ്സ് നോട്ട് ബെല്ലാപ്പൂർ, ഇറ്റ്സ് ചന്ദ്രാപൂർ. ചന്ദ്രാപൂർ ഏകദേശം 20 ഡിഗ്രി നോർത്തിലുള്ളത്. ഇതാണ് ചന്ദ്രാപൂർ. ഇനി 20 ഡിഗ്രി സൗത്തിലേക്ക് ഉള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബെലോ ഹൊറിസോണ്ട്. അല്ലേ, അവിടെയാണ് 20 ഡിഗ്രി സൗത്തിലാണ് ഈ പറയുന്ന ബെലോ ഹൊറിസോണ്ട് ഉള്ളത്. സോ that's it. We therefore say that the Chandrapur is situated 20 degree north and Belo Horizon is located 20 degree south latitude. Okay, important parallels of latitudes ആണ് അടുത്ത പോയിന്റ്.
ബിസൈഡ്സ് ഇക്വേറ്റർ 0° നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ 0° ആണ്. ഇക്വേറ്ററിന് കൂടാതെ തന്നെ നോർത്ത് പോൾ 90° ഉണ്ട് നമ്മൾ പറഞ്ഞു. സൗത്ത് പോൾ എത്രയായിരുന്നു? 90° സൗത്ത് എന്ന് പറഞ്ഞു. അത് കൂടാതെ 4 ഇമ്പോർട്ടൻറ്റ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അത് നമുക്ക് എന്ത് വിളിക്കാം? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കാം ഒന്ന്. പിന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്. പിന്നെ ആർട്ടിക് സർക്കിൾ ഉണ്ട്, അന്റാർട്ടിക് സർക്കിൾ ഉണ്ട്. ഈ പറയുന്ന ഫിഗർ 2.3 നമുക്ക് മനസ്സിലാക്കാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? 23° നോർത്തിനെയാണ് നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് 23° നോർത്ത്, ഇറ്റ് ഈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നമുക്ക് പറഞ്ഞു ഈ ഒരു ഹെമിസ്ഫിയർ നമ്മൾ എന്ത് വിളിച്ചു? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഈ പറയുന്ന ഹെമിസ്ഫിയറിനെ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് 23° എന്താണ്? സൗത്താണ്. ഇതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ആർട്ടിക് സർക്കിൾ ഉണ്ട്. ആർട്ടിക് സർക്കിൾ 66° നോർത്തിലും അന്റാർട്ടിക് സർക്കിൾ അതായത് 66° സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ ആണ് അല്ലേ. ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് ആ സെൻറ്റൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. സോ ഏതൊക്കെയാണ് വേറെ പാരലൽ ലൈൻസ് ഉള്ളത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഉണ്ട്, ആർട്ടിക് സർക്കിൾ ഉണ്ട്, അന്റാർട്ടിക് സർക്കിൾ ഉണ്ട് അല്ലേ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഇനി ഹീറ്റ് സോൺസ് ഓഫ് എർത്തും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ വാട്ട് ആർ ദ ഹീറ്റ് സോൺസ് ഓഫ് എർത്ത്? The midday sun is exactly overhead at least once a year on all latitudes in between Tropic of Cancer and Tropic of Capricorn. This area therefore receives the maximum heat and it is called torrid zone. So Tropic of Cancerൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തായിരിക്കും സൺ എന്ത് ചെയ്യുന്നത്? എക്സാക്ട്ലി ഓവർ ഹെഡ് ആയിരിക്കും. ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ മുകളിൽ മീൻസ് ആ ഒരു അവർക്ക് തൊട്ട് പിന്നിലായിരിക്കും സൺ എന്ന് പറയുന്നത് അല്ലേ. അവിടെ ആയിരിക്കും ഏറ്റവും ഈ കാപ്രിക്കോണിൻ്റെയും അതുപോലെ തന്നെ ക്യാൻസറിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? മാക്സിമം ഹീറ്റ് ഉണ്ടാവുക. സോ ദാറ്റ്സ് ഏരിയ ഇസ് കോൾഡ് ടോറിഡ് സോൺ. ഈ ഒരു ഏരിയയെ നമുക്ക് എന്ത് വിളിക്കാം? ടോറിഡ് സോൺ എന്ന് വിളിക്കാം. സോ ദ മിഡ് ഡേ സൺ നെവർ ഷൈൻസ് ഓവർ ഹെഡ് ഓൺ എനി ലാറ്റിറ്റ്യൂഡ്സ് ബിയോണ്ട് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇനി നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിൻ്റെയും അവിടെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല? സണ്ണൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ റേസും പോൾസിലേക്കൊന്നും ഇപ്പോൾ തീരെ എന്തുണ്ടാവില്ല? സൺറൈസ് തീരെ കിട്ടില്ല. സോ ദ ഏരിയാസ് ബിറ്റ്വീൻ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിൾ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ദ അന്റാർട്ടിക് സർക്കിൾ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഹാവ് മോഡറേറ്റ് ടെമ്പറേച്ചേഴ്സ്. ദീസ് ആർ ദെർഫോർ കോൾഡ് ടെമ്പറേറ്റ് സോൺ. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഈ ഒരു ഏരിയ ഈ ആർട്ടിക് സർക്കിളിൻ്റെയും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ഏരിയയും അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും അന്റാർട്ടിക് സർക്കിളിൻ്റെ ഏരിയയൊക്കെ എന്താണ്? ടെമ്പറേറ്റ് സോണാണ് അല്ലേ. ടെമ്പറേറ്റ് സോണാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഏരിയ അല്ലേ, ഈ ഏരിയ എന്താണ്? ഇത് നമുക്ക് പറയാം ടോറിഡ് സോണാണെന്ന് പറയാം അല്ലേ. അതായത് നമ്മുടെ ക്യാൻസറിൻ്റെയും കാപ്രിക്കോണിൻ്റെയും ഇടയ്ക്കുള്ള ഏരിയ നമുക്ക് ടോറിഡ് സോൺ എന്ന് പറയാം. ഏരിയാസ് ലൈയിങ് ബിറ്റ്വീൻ ദ ആർട്ടിക് സർക്കിൾ ആൻഡ് ദ നോർത്ത് പോൾ ഇൻ ദ നോർത്ത് ഹെമിസ്ഫിയർ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ ആൻഡ് സൗത്ത് പോൾ ഇൻ ദ സൗത്ത് ഹെമിസ്ഫിയർ ആർ വെരി കോൾഡ്. അപ്പോൾ ഈ ഏരിയാസ് അതായത് ടെമ്പറേറ്റ് ഏരിയാസ് എന്തായിരിക്കും? ഭയങ്കര ഈ ഒരു ഏരിയാസ് ആർട്ടിക് സർക്കിളിൻ്റെയും നോർത്ത് പോളിൻ്റെയും ഇടയ്ക്കുള്ള ഏരിയാസ്. അതായത് പിന്നെ ഇനി പറയുന്നത് ഈ ഏരിയാസാണ്. ഈ ഏരിയാസ് എന്താണ്? ഭയങ്കര തണുപ്പുള്ള ഏരിയാസാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അവിടെ കുറച്ച് സൺലൈറ്റേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഹീറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതിന് ഫ്രിജിഡ് സോൺ എന്ന് വിളിക്കാം. അതായത് വെരി കോൾഡ് ഏരിയ. സോ ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത് ഫ്രിഡ്ജിന് ആലോചിച്ചാൽ മതി. ഭയങ്കര തണുപ്പല്ലേ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിജിഡ് സോൺസ് ആണ്. അപ്പോൾ ഇതെന്താണ്? അതായത് ക്യാൻസറിൻ്റെയും കാപ്രിക്കോണിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്ത് നമ്മൾ ടോറിഡ് സോൺ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ആർട്ടിക് സർക്കിളിൻ്റെയും അതുപോലെ തന്നെ ക്യാൻസറിൻ്റെയും അന്റാർട്ടിക് സർക്കിളിൻ്റെയും അതുപോലെ തന്നെ കാപ്രിക്കോണിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തെ നമുക്ക് ടെമ്പറേറ്റ് സോൺ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ആർട്ടിക് സർക്കിളിൻ്റെയും നോർത്ത് പോളിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തെ നമുക്ക് ഫ്രിജിഡ് സോൺ എന്ന് വിളിച്ചു. സൗത്ത് പോളിൻ്റെയും അന്റാർട്ടിക് സർക്കിളിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്തിന് നമ്മൾ എന്ത് വിളിച്ചു? ഫ്രിജിഡ് സോൺ, അതായത് കോൾഡ് ഏരിയാസ് എന്ന് വിളിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ് അസ്, കീപ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മാക്സിമം വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.